ശബരിമല യുവതീ പ്രവേശന ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. 2018 വിധിക്കെതിരായ ഹർജികളിൽ സർക്കാർ നിലപാട് നിർണായകം. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 67 ഹർജികളും കോടതിക്ക് മുന്നിൽ. പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തുടർന്നീടി. ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഇടനിലക്കാരൻ കൽപേഷും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയും കൊച്ചി ഓഫീസിൽ ഹാജരായേക്കും. നടൻ ജയറാമിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം സജീവമാക്കി മുന്നണികൾ. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ ആദ്യ യോഗം ഇന്ന്. എം വി ഗോവിന്ദൻ നയിക്കുന്ന യാത്രാ പര്യടനം തുടരുന്നു. NDA നേതൃത്വ ക്യാമ്പ് കൊച്ചിയിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വെളിപ്പെടുത്തലുമായി PT കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗികാതിക്രമ കേസ് നൽകിയ പരാതിക്കാരി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു. സിസ്റ്റം അവൾക്കൊപ്പമെന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്നു. പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചവരുടെ പേരിപ്പോൾ പറയുന്നില്ലെന്നും ആശ ആച്ചി ജോസഫ് ന്യൂസ് 18നോട്. എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ദോഷം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രൈം അതാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് ഇതിനെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുറത്തു പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സർക്കാർ ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരം ഇന്നു മുതൽ. വ്യാഴാഴ്ച മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. സർക്കാർ നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായും പാലിച്ചില്ലെന്ന് ഡോക്ടർമാർ. സമരം ശക്തമാക്കാൻ KGM-CTA. T20 ലോകകപ്പ് പോരാട്ടത്തിൽ പാകിസ്ഥാനെ ചുരുട്ടിക്കെട്ടി ടീം ഇന്ത്യ. ജയം 61 റൺസിന്. കളിയിലെ താരമായി ഇഷാൻ കിഷൻ. സൂപ്പർ 8-ന് ഇന്ത്യ ഇന്നിറങ്ങും.